നല്ല തിളക്കുന്ന മീൻകറി കാണാൻ നല്ല രസമില്ലേ? ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വേളൂരി മീനില്ലേ, ചെറിയ മീൻ, അത് തേങ്ങ അരച്ച ചാറ് കറിയാണ് ഉണ്ടാക്കുന്നത്. കണ്ണൂർ സ്റ്റൈലാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ വേളൂരിക്ക് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിന് വേണ്ടി തേങ്ങ അരക്കണമല്ലോ. അതിന് ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ജീരകവും ഒരു വാളംപുളിയുടെ ഒരു നുള്ള്, മീൻസ് ഒരു നെല്ലിക്ക വലുപ്പത്തിനേക്കാളും കുറച്ച് കുറവ്. വാളംപുളി അല്ലേ, നിങ്ങൾക്ക് കുടംപുളി ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. നമ്മൾ പിന്നെ കണ്ണൂർ ഭാഗത്ത് വാളംപുളി ഉപയോഗിക്കാം. പിന്നെ ഈ വേളൂരി മീനുണ്ടല്ലോ, ഞാൻ ഇന്നലെ കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പോൾ വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് ഏകദേശം ഒരു 1/2 കിലോനേക്കാളും കുറച്ച് മീനാണ് ഉള്ളത്. അതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് എരിവുള്ളതും എരിവില്ലാത്തതും എടുക്കാം. നമുക്ക് എരിവ് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി എടുക്കാം, അല്ലെങ്കിൽ പകുതി കാശ്മീരി മുളക് പൊടി, പകുതി എരിവുള്ള മുളക് പൊടി എടുക്കാം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അതിപ്പം കുറച്ച് നേരത്തെ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയപ്പോഴാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് 2 പച്ചമുളക് കീറിയതും ഒരു 2-3 വെളുത്തുള്ളി അല്ലിയും ഇവിടെ ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ച് വെച്ച അരപ്പില്ലേ, നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കണം. നമുക്ക് വേണമെങ്കിൽ ഉള്ളി, സവോളയോ അല്ലെങ്കിൽ കുഞ്ഞുള്ളിയോ വേവിച്ച് ചേർക്കാം. പക്ഷെ ഇതിൻ്റെ കൂടെ ചേർത്താൽ വെന്ത് കിട്ടില്ല. ഞാനിവിടെ ചേർക്കുന്നില്ല. ഞാനിവിടെ പച്ചമുളകും വെളുത്തുള്ളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അരവ് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി തിളച്ച് ചാറ് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉള്ളി, സവോള വേണമെങ്കിൽ നമ്മളിവിടെ സവോള എടുക്കാറ്, കുഞ്ഞുള്ളി ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ഞാനിപ്പോൾ ഒരു 1/4 ഭാഗം, ഒരു വലിയ ഉള്ളീൻ്റെ ആണ് 1/4 ഭാഗം എടുക്കുക സവോള. അത് വറുത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ സൈഡിലേക്കൂടെ ഞാനിവിടെ കുറച്ച് വേളൂരി പൊരിക്കാനും വെച്ചിട്ടുണ്ട്. അതാണ് ഇടയിൽ കാണിച്ചത്. പിന്നെ മീനിൻ്റെ മുട്ടയിലാണ് എന്നാണ് നമ്മളിവിടെ പറയാം, അതുമെല്ലാം വറുക്കാൻ വെച്ചിട്ടുണ്ട്. അതാണ് കാണിച്ചത്. ഇപ്പോൾ കറി കണ്ടില്ലേ, കറി റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞാൻ ചിലപ്പോൾ ഇതിൽ ഒരു കാന്താരി മുളകെല്ലാം ഉടച്ച് ചേർത്തിട്ട് ചോറിന് കൂട്ടും. അത് നല്ല ടേസ്റ്റാണ്. താങ്ക് യു. വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം.